class of Jolly Tutorials. ഇന്ന് നമ്മൾ ക്ലാസ് 9 തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ മോഷൻ ആയിരുന്നു. സോ വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ഇറ്റ്. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് വി ലേൺഡ് അബൌട്ട് ഗ്രാഫ്സ്, വി ലേൺഡ് അബൌട്ട് ഹൗ ടു റെപ്രസെൻറ്റ് മോഷൻ ഇൻ ഗ്രാഫ്സ്, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, അതിനകത്ത് ആക്സലറേഷൻ, ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും, സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും, ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. സോ ആദ്യം അത് പഠിക്കാനായിട്ട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താണെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് ആ ഇക്വേഷൻസിനെ നമ്മൾ ഗ്രാഫിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ഒബ്ജക്റ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അങ്ങനെ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഈ അസംഷൻസ് എല്ലാം ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് അവർ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദ ഒബ്ജക്റ്റ് മൂവ്സ് അലോങ് സ്ട്രേറ്റ് ലൈൻ. ഞാൻ ഈ വേറെ കളറിൽ എഴുതിയേക്കുന്ന എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. സോ ദ ഒബ്ജക്റ്റ് മൂവ്സ് അലോങ് ദ സ്ട്രേറ്റ് ലൈൻ വിത്ത് യൂണിഫോം ആക്സലറേഷൻ. എന്ന് വെച്ചാൽ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ആയിരിക്കും ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. So the object moves along straight line with uniform velocity. The equations of motion അതെന്താണെന്നാണ് ഇനി അടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണെന്നല്ല, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ടു റിലേറ്റ് ദ above mentioned bodies, അതായത് ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടെ മൂവ് ചെയ്യുന്ന യൂണിഫോം ആക്സലറേഷൻ ഉള്ള ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി, ആക്സലറേഷൻ ഡ്യൂറിങ് മോഷൻ ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ടൈം t, ഈ മൂന്ന് കാര്യങ്ങളെ കൂടെ റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷനാണ് നിങ്ങൾക്ക് 9th പഠിക്കാനായിട്ടുള്ളത് മെയിൻലി. സോ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, 2as ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഈ മൂന്ന് ഇക്വേഷനും നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ, കാരണം ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒത്തിരി ചെയ്യാനായിട്ട് വരും. സോ ഇതിനകത്ത് ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വി എന്ന് വെച്ചാൽ ഫൈനൽ വെലോസിറ്റിയാണ്, യു എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, എ ഇസ് ദ യൂണിഫോം ആക്സലറേഷൻ, ഈ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന യൂണിഫോം ആക്സലറേഷൻ എ, ടൈം ടി എന്ന് പറയുമ്പോൾ ദ ടൈം ടേക്കൺ ടു ഗെറ്റ് ദിസ് യൂണിഫോം ആക്സലറേഷൻ, ടൈം ടി. എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഈ മോഷൻ നടക്കുമ്പം ഈ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എസ് എന്ന് പറയുന്നത്. വേറെ ടേം ഒന്നും ഇല്ലല്ലോ. സോ അതാണ് ഈ ഓരോ ലെറ്റേഴ്സിൻ്റെ മീനിങ് ഇതൊക്കെയാണ്. സോ ഈ ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഇസ് ദ വെലോസിറ്റി ടൈം റിലേഷൻ വാല ഇക്വേഷൻ. കാരണം ഇതിനകത്ത് നമുക്ക് ഈ വെലോസിറ്റിയും ടൈമും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് വെലോസിറ്റി ടൈം റിലേഷൻ കാണിക്കുന്ന ദിസ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അടുത്തത് എസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ആണെന്ന് പറഞ്ഞായിരുന്നു. സോ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അർത്ഥം പറയുന്നത്, ഇപ്പം നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ നടന്നിട്ടുണ്ട്. സോ ഈ സെക്കൻഡ് ഇക്വേഷൻ എസ് ഉള്ളതുകൊണ്ടും ടൈം ഉള്ളതുകൊണ്ടും ഇറ്റ് ഷോസ് ദ പൊസിഷൻ ടൈം റിലേഷൻ. സെക്കൻഡ് ഇക്വേഷൻ പൊസിഷൻ ടൈം റിലേഷൻ. ആൻഡ് തേർഡിനകത്തും എസ് ഉണ്ട്, കൂടാതെ ഈ സൈഡിൽ വെലോസിറ്റിയാണ് മെൻഷൻ. സോ തേർഡ് വൺ ഇസ് ദ position velocity relation. So first one velocity time, second one position time, third one position velocity relation. So these are the three equations of motion. ഇനി നമുക്ക് ഈ 3 equations of motion നമ്മളുടെ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമ്മൾ പഠിച്ച 3 ഇക്വേഷൻസ് ഓഫ് മോഷനെ ഇനി നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ നിന്ന് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാമെന്ന് പഠിക്കാം. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. അതിന് നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ, അങ്ങനത്തെ ഒരു പാർട്ടാണ്. സോ ഇതിനകത്ത് ആദ്യം നമ്മൾ ഈ 3 ഇക്വേഷൻസിനെയും ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരേ ഗ്രാഫാണ് യൂസ് ചെയ്യുന്നത്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ബോഡിയുടെ മോഷനെ നമ്മൾ ആദ്യം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് റെസ്റ്റിൽ നിന്നല്ല. നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇൻ്റർവെലിനകത്ത് നമ്മളുടെ ബോഡിക്ക് ഓൾറെഡി യു മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നു.
ഒരു കാറ് നമ്മൾ ഓടിക്കുക, ഞാൻ കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്പീഡ് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷെ അത് ഓടിച്ചൊരു 3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ആയപ്പം തൊട്ടാണ് നമ്മളുടെ എക്സ്പെരിമെന്റിന് വേണ്ടി നമ്മൾ ഇതെല്ലാം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മളുടെ ടൈം തുടങ്ങുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ആ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ കാറിൻ്റെ സ്പീഡ് എത്രയായിരുന്നു? 3 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, 0 അല്ലല്ലോ. സോ അങ്ങനെ തന്നെ നമ്മളുടെ ഈ ഒബ്ജക്റ്റ് സ്ട്രേറ്റ് ലൈനിൽ കൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. എന്നിട്ട് അത് ട്രാവൽ ചെയ്തു ടൈം t, അത് ഈ പോയിന്റ് ബിയിലെത്തും. അന്നേരം അതിൻ്റെ ഫൈനൽ വെലോസിറ്റി v മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് ഇത് നമുക്കറിയാം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വന്നാൽ നമുക്കറിയാം ഇതൊരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രാഫ് മനസ്സിലാക്കുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നിങ്ങൾക്ക് ഗ്രാഫ് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സോ ഇതൊരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ ആണ്. ഒബ്ജക്റ്റ് ഇസ് മൂവിങ് ത്രൂ എ സ്ട്രേറ്റ് ലൈൻ. ഇറ്റ് ഈസ് ഹാവിങ് ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v, ആൻഡ് ദിസ് ഓൾ തിങ്സ് ഹാപ്പൻസ് അറ്റ് എ ടൈം t, 0 to t. ഈ ഒരു ടൈം ഇൻ്റർവെലിനകത്താണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. സോ നമുക്ക് ആദ്യം നോക്കാം. u റെപ്രസെന്റ് ചെയ്യുന്ന ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അത് നമ്മൾ ഞാൻ ഒ എ ഇ ബി ഡി സി അങ്ങനെ പേരിട്ടിട്ടുണ്ടല്ലോ. സോ അങ്ങനെയും കൂടെ നമുക്ക് ആ മെഷർമെന്റ് പറയുവാണെങ്കിൽ യുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന എത്രയാ? 0 തൊട്ട് u വരെ അല്ലേ, ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ. എന്ന് വെച്ചാൽ ഒ എ ആണ് ഇനീഷ്യൽ വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം, ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഈ ഒ എ എത്രയാണോ അത്രയും തന്നെയാണ് ഈ ഡി സി അല്ലെങ്കിൽ സി ഡിയുടെ വാല്യൂ. കാരണം ഞാൻ ഈ എയിൽ നിന്ന് ഡിയിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഒരു പാരലൽ ലൈനാണ് വരച്ചേക്കുന്നത്, സെയിം ഡിസ്റ്റൻസ്. അതുകൊണ്ട് ഒയിൽ നിന്ന് സിയിലോട്ട് എത്ര ഡിസ്റ്റൻസ് ആണോ അത്രയും തന്നെ എയിൽ നിന്ന് ഡിയിലോട്ട് ഡിസ്റ്റൻസ്. ഒയിൽ നിന്ന് എയിലോട്ട് എത്രയാണോ ഡിസ്റ്റൻസ് അത്രയും തന്നെ സിയിൽ നിന്ന് ഡിയിലോട്ട്. ദിസ് എ ഇ ആൻഡ് ബി ഡി ആർ ഈക്വൽ, ഒ ഇ ആൻഡ് സി ബി ആർ ഈക്വൽ, ഇ ബി ആൻഡ് ഒ സി ആർ ഈക്വൽ, ഇ ബി ആൻഡ് എ ഡി ആർ ഈക്വൽ. അപ്പോൾ ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള സെയിം പോയിന്റിൽ നിന്ന് സെയിം പോയിന്റിലോട്ടുള്ള അത്രയും ഡിസ്റ്റൻസ് ഒക്കെ ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണം. സോ ഇനീഷ്യൽ വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒ എ, ഫൈനൽ വെലോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒ ഇ. കാരണം ഇവിടം വരെയാ ഫൈനൽ വെലോസിറ്റി, ഇവിടം വരെ ഒ ഇ. വെലോസിറ്റി ചേഞ്ചസ് അറ്റ് യൂണിഫോം റേറ്റ് എ, യൂണിഫോം ആക്സലറേഷൻ്റെ അമൗണ്ട് ആണ് എ, ഇൻ ടൈം ടി. ടീനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? ഒ സി, ഒ സി. സോ നൗ ചേഞ്ച് ഇൻ വെലോസിറ്റി, അതായത് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി യു ആയിരുന്നു, ഫൈനൽ വെലോസിറ്റി വി ആണ്. അപ്പം ഈ എ തൊട്ട് ഇ വരെ ഇത്രയും ഡിസ്റ്റൻസ് അല്ലേ നമ്മളുടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. നോക്ക്, നമ്മുടെ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഇത്രയും വെലോസിറ്റിയിലാണല്ലോ വ്യത്യാസം വന്നേക്കുന്നത്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ചെയ്താലാണ് നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഈ ഒ ഇ ആണല്ലോ ഫൈനൽ വെലോസിറ്റി, അതിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യണം, ഒ എ മൈനസ് ചെയ്യണം. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് ബി ഡി അല്ലെങ്കിൽ ഇ എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പം ബി ഡിനെ കൺസിഡർ ചെയ്യാം. ബി ഡി ഇസ് ഈക്വൽ ടു എ ഇ. സോ ഏത് എഴുതിയാലും കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ വി ആർ ജസ്റ്റ് കൺസിഡറിങ് ബി ഡി. ചേഞ്ച് ഇൻ വെലോസിറ്റി ബി ഡി ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ഒ ഇ മൈനസ് ഒ എ. അപ്പം ഈ ഒരു ഇത് ഓർത്തിരിക്കണം. ഫ്രം ദ ഗ്രാഫ് നമുക്കറിയാം ബി സിയുടെ വാല്യൂ. നിങ്ങൾ ഇങ്ങനെ ഓരോ ഇക്വേഷൻ, ഓരോ ഇതിനകത്തും ഇങ്ങനെ ചില ഞാൻ ബോക്സിനകത്ത് ഇടുന്ന ഇക്വേഷൻ ഇല്ലേ, അത് ഓർത്ത് വെക്കണം. കാരണം അതായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളും ടേംസ് ഒക്കെ എന്താണെന്ന് അറിയാമെങ്കിൽ പിന്നെ ഇത് ഡിറൈവ് ചെയ്യാൻ ഈസിയാണ്. സോ ഫ്രം ദ ഗ്രാഫ് നമുക്കറിയാം, ഈ ഗ്രാഫ് നോക്കി അറിയാം ബി സിയുടെ വാല്യൂ എത്രയായിരിക്കും? ബി ഡി പ്ലസ് ഡി സി. ഇത്രയും ഉള്ളൊരു ലെന്തിന്റെ വാല്യൂ എന്താ? അതിപ്പോ ഇവിടം വെച്ച് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രത്തിന്റെ വാല്യൂ എന്താ? ഇത് പ്ലസ് ഇത്, അങ്ങനെ നമ്മൾ പറയത്തില്ല. അങ്ങനെ തന്നെ സെയിം കോൺസെപ്റ്റ് ബി സിയുടെ വാല്യൂ എത്രയായിരിക്കും? ബി സി ഈസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ഡി സി. സോ അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നൗ ബി ഡിനെ ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഡി സിക്ക് പകരം ഞാൻ ഒ എ എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞതിന് മുമ്പ് തന്നെ ഇത് സെയിം ഡിസ്റ്റൻസ് ആണ്. സോ ഞാൻ ഒ എ എന്ന് എഴുതാൻ പറ്റും. സോ ഐ ഹാവ് റിട്ടൺ ഹിയർ ഒ എ. നൗ വാട്ട് ഇസ് ബി സി? ഇത്രയും ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? ഈ ഒ ഇയുടെ സെയിം തന്നെയല്ലേ? എന്ന് വെച്ചാൽ ബി സിയുടെ വാല്യൂ എത്രയായിരിക്കും? വി മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? സോ ഞാൻ ബി സിക്ക് പകരം ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ബി സി ആസ് വി. Now v equal to BD. BD യുടെ വാല്യൂ എന്താണെന്ന് ഇപ്പം നമുക്കറിയാൻ പറ്റില്ല. സോ ലെറ്റ്സ് കീപ് ഇറ്റ് ദെയർ. V equal to BD പ്ലസ് OA എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എത്ര? U. അത് നിങ്ങൾ ഓർത്തിരിക്കണം.
ഇങ്ങനെ ഈ ടേംസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഓർത്തിരിക്കാനായിട്ടൊന്നുമില്ല, ഈ ഗ്രാഫ് ഓർത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒ എന്ന് പറയുമ്പോൾ അത് യു ആണ് അതിൻ്റെ വാല്യൂ. സോ വി ഹാവ് ഗോട്ട് വി ഈക്വൽ ടു ബി ഡി പ്ലസ് യു. ഇനി ഞാൻ എനിക്ക് ബി ഡി എന്താണെന്ന് അറിയാൻ പറ്റില്ല. സോ ഐ എം ടേക്കിംഗ് ദിസ് ടു ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് ഐ എം ഓക്കെ ബി ഡി എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. സോ ഐ എം ടേക്കിംഗ് ദിസ് യു ടു ദ ലെഫ്റ്റ് സൈഡ്. സോ എനിക്ക് എന്ത് കിട്ടും? ബി ഡി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ആവും. ഇവിടെ പോസിറ്റീവ് യു അല്ലേ, സോ ഈ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നെഗറ്റീവ് യു ആവും. സോ ഐ ഗെറ്റ് ബി ഡി ഈക്വൽ ടു വി മൈനസ് യു എന്ന് വെച്ചാൽ ബി ഡി ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, വിച്ച് മീൻസ് ബി ഡി ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. നമ്മൾ നേരത്തെ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു കാര്യം നോക്കാൻ പോവാം. ആക്സലറേഷൻ്റെ ഫോർമുല എന്താണ് നമുക്കറിയാം. ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബി ഡി. സോ എ ഈക്വൽ ടു ബി ഡി ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുമ്പോൾ എ ഡി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒ സി എന്ന് എഴുതാം. സോ ബി ഡി ഡിവൈഡഡ് ബൈ എ ഡി, ഓർ ദിസ് ഇസ് ഈക്വൽ ടു ബി ഡി ഡിവൈഡഡ് ബൈ ഒ സി. നൗ സോ എ ഈക്വൽ ടു ബി ഡി ഡിവൈഡഡ് ബൈ ഒ സി എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എത്ര ഞാൻ പറഞ്ഞു? ടി ടൈമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒ സിയുടെ വാല്യൂ ആണ് ടി. സോ എ ഈക്വൽ ടു ബി ഡി ഡിവൈഡഡ് ബൈ ടി. സോ നമ്മൾ ബി ഡിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ടീനെ ഈ സൈഡിലോട്ട് കൊണ്ടുപോകും. ഇവിടെ ടി ഡിവൈഡ് ചെയ്യുക എന്നതുകൊണ്ട് ഈ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ആവും. സോ ബി ഡി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോർമുല കിട്ടും. ഇനി ഈ വാല്യൂ ബി ഡിയുടെ ഈ വാല്യൂ നമ്മൾ ഈ ഒരു ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകും. അപ്പം ബി ഡിക്ക് വരെ നമ്മൾ എന്ത് എഴുതും? 80 എന്ന് എഴുതണം. സോ വി ഗെറ്റ് ബി ഈസ് ഈക്വൽ ടു 80 പ്ലസ് യു, അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷനകത്ത് പഠിച്ച പോലെ കുറച്ച് ഭംഗിക്ക് എഴുതാനായിട്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബി ഈക്വൽ ടു യു പ്ലസ് 80. കാരണം അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് അത് എ പ്ലസ് 80 പ്ലസ് യു എന്ന് എഴുതിയാലും യു പ്ലസ് 80 എന്ന് എഴുതിയാലും വാല്യൂ സെയിം തന്നെ. സോ ഫൈനലി വി ഗെറ്റ് ദ ഇക്വേഷൻ ആസ് ബി ഈക്വൽ ടു യു പ്ലസ് 80. ഇത് ഫുൾ ഡിറൈവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ടേംസ് ഒക്കെ എന്താണെന്ന് ഓർത്തിരിക്കണം. പിന്നെ നിങ്ങൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഓർക്കണം. ബി സി ഈസ് ഈക്വൽ ടു ബി ഡി പ്ലസ് ബി സി എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ മോഡിഫൈ ചെയ്ത് നമ്മൾ ഈ ഒരു ഫോമാറ്റിലോട്ട് എത്തുവാണെന്ന് ഓർത്ത് വെക്കണം. സോ ദാറ്റ് ഈസ് ഹൗ വി ഡിറൈവ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫ്രം ദ ഗ്രാഫ്.